പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ പിടിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെയൊക്കെ സ്വരമാണ്. അപ്പോൾ അതെല്ലാവർക്കും ഒരു ഡിസ്റ്റർബൻസ് ആകും. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഞാൻ വീഡിയോ പിടിക്കുന്നത്. നമ്മുടെ കടയുടെ ഏറ്റവും ബാക്കിലാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും കൃഷി ചെയ്യണം. കാരണം നമുക്ക് ഒരു അടുക്കളത്തോട്ടം നമ്മുടെ വീട്ടുവളപ്പിൽ ഉണ്ടാക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഞാൻ ഓരോ വീഡിയോ ഇടുന്നത്. അപ്പം നമ്മുടെ ഒഴിവ് വേളകളല്ലേ നമ്മൾ കൃഷി കാര്യങ്ങൾക്കായി നമ്മൾ ചിലവഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കുറച്ച് സമയം, ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും എന്തെങ്കിലും വിളകളൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോപ്പിൽ വരുന്നത് കൂടുതലും പുരുഷന്മാരാണ്. നമ്മുടെ സഹോദരിമാർക്ക് എന്താ കൃഷിയോട് താല്പര്യമില്ലേ? എന്നാൽ കുറച്ച് പേര് കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാലും ഒരു 100-ൽ ഒരു 80% സ്ത്രീകൾക്ക് കൃഷിയോട് വിമുക്തതയാണ്. അവർക്ക് കൃഷി ചെയ്യാനും അതുപോലെ തന്നെ മണ്ണിലോട്ടിറങ്ങി അതിനെയൊക്കെ പരിപാലിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. എന്താണ് കാര്യമെന്നറിയത്തില്ല. എല്ലാവരും കൃഷി ചെയ്യണം. നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ജോലി ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് സമയബന്ധിതമായിട്ട് ക്രമപ്പെടുത്തി ചെയ്തിട്ട് കുറച്ച് സമയം നമുക്ക് പച്ചക്കറി തൈകളിടാനും പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കാനും അതിനെ പരിപാലിക്കാനും ഒക്കെ സമയം കണ്ടെത്തുക. അതുതന്നെ നമ്മുടെ മക്കളെ നമുക്ക് പരിശീലിപ്പിക്കണം. അപ്പോൾ അവരുടെ മൈൻഡ് നല്ല പോസിറ്റീവ് ആവുകയും പല വിധത്തിലുള്ള ചിന്ത വൈകല്യങ്ങളെന്ന് തന്നെ പറയാം, അതൊക്കെ മാറിപ്പോവുകയും ഒരു ടീനേജ് പ്രായമാകുമ്പം വരുന്ന ഓരോരോ പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് അതിനെ ഓവർകം ചെയ്യാൻ അവരുടെ മൈൻഡ് പവർ കൂട്ടാനും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലതാണ്. മെഡിറ്റേഷൻ പോലെ തന്നെയാണ് കൃഷി ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മൾ മക്കളെ പ്രകൃതിയിലേക്ക് ഇണക്കി വേണം വളർത്താനായിട്ട്. തന്നെയുമല്ല, ഇന്നിപ്പോൾ നമുക്കറിയാം തമിഴ്നാട്ടിലൊക്കെ വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ധാരാളം നാശനഷ്ടങ്ങൾ സംഭവിച്ച് കൃഷിനാശം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്കിവിടെ പച്ചക്കറികൾക്കൊക്കെ നല്ല വിലയാകും. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ബഡ്ജറ്റ് ചുരുക്കാനും നല്ല പച്ചക്കറികൾ നമുക്ക് പാചകം ചെയ്ത് കഴിക്കാനും ഒക്കെ നമ്മുടെ വീട്ടുവളപ്പിൽ നല്ലൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കിയാൽ അത് സാധ്യമാകും അല്ലേ? ഓരോ കാര്യങ്ങളും ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരുന്നുണ്ട്. കൂടുതൽ ആൾക്കാർക്കും ഈ കൃഷിയെക്കുറിച്ചോ ചില വിത്തുകൾ എന്താണെന്ന് പോലും ആർക്കും അറിയാത്ത ആൾക്കാർ ധാരാളമുണ്ട്. എല്ലാവരും അങ്ങനെ ആണെന്നല്ല പറഞ്ഞത്. എങ്കിലും കൃഷിയെ നമ്മൾ സ്നേഹിക്കണം, പ്രകൃതിയെ സ്നേഹിക്കണം. എല്ലാവരും അവരുടെ വീട്ടുവളപ്പിൽ കഴിയുന്ന രീതിയിലുള്ള കൃഷികളൊക്കെ ചെയ്തു തുടങ്ങണം. നമ്മൾ പഴക്കളയുന്ന കുറച്ച് സമയം മതി, അതിലേക്ക് ശ്രദ്ധ വരുത്തണം. നമ്മുടെ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മാറി നമുക്ക് നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാകുകയും നമ്മുടെ ആരോഗ്യം കൂടെ അതിനോടൊപ്പം കൂടുകയും ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും എൻ്റെ ചാനൽ ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇനി നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാകണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം. ഓക്കെ.